ഗുഡ് മോർണിംഗ് ഓൾ. അപ്പോൾ ഇന്ന് നമ്മൾ എടുക്കാൻ പോകുന്നത് ട്രിഗ്നോമെട്രി ആണ്. KW ലാബ് അസിസ്റ്റന്റിന് വേണ്ടിയിട്ടുള്ള ചാപ്റ്റർ ആണ് നമ്മൾ ഡീൽ ചെയ്യുന്നത്. ദെൻ ട്രിഗ്നോമെട്രിയിൽ നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങൾ, ഫോർമുലാസും ഇക്വേഷൻസും ആണ് ഇന്ന് പറയുന്നത്. ദെൻ ഫസ്റ്റ് നമ്മൾ NCERT ടെക്സ്റ്റ് ബുക്കിനെ ബേസിക് ചെയ്തിട്ടുള്ള ഒരു ക്ലാസ് ആണ് കേട്ടോ. അതാണ് ഞാൻ ആംഗിളിന്റെ യൂണിറ്റിനെ കുറിച്ചൊക്കെ പറയാന്ന് വിചാരിച്ചത്. അപ്പോൾ നമുക്ക് സ്റ്റാർട്ട് ചെയ്യാം. ദെൻ ഇപ്പൊ എന്താണ് റേഡിയൻ? റേഡിയൻ എന്ന് പറയുന്നത് എന്താണ്? ആംഗിളിന്റെ SI യൂണിറ്റ് ആണ്. നമ്മള് നോർമലി നമ്മൾ ആംഗിൾസ് ഒക്കെ മെഷർ ചെയ്യുന്നത് എന്തിനാണ്? ഡിഗ്രിയിലാണ്. പക്ഷെ ഡിഗ്രി എന്ന് പറയുന്നത് ഒരു മെഷറിങ് ആംഗിൾ മാത്രമാണ്. ശരിക്കും ആംഗിളിന്റെ SI യൂണിറ്റ് എന്ന് പറയുന്നത് റേഡിയൻ ആണ്. അപ്പോൾ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുമ്പോൾ എന്താണ് റേഡിയൻ? അപ്പൊ റേഡിയൻ എന്ന് പറയുന്നത് the angle suspended at the center of the circle which is equal to the ഒരു സർക്കിൾ എടുത്താല് ആ സർക്കിളിന്റെ റേഡിയസ് 6 ആണെന്ന് കൺസിഡർ ചെയ്യുക. ദെൻ ആർക്ക് ലെങ്ത്തും സെയിം സർക്കിളിന്റെ റേഡിയസും ഈക്വൽ ആണ്. സർക്കിളിന്റെ റേഡിയസിന് ഈക്വൽ ആയിട്ടുള്ള ആർക്ക് ലെങ്ത് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൻ എന്ന് പറയുന്നത്. മനസ്സിലായോ? എന്താ പറഞ്ഞത്? ഒരു സർക്കിള് ആ സർക്കിളിന്റെ റേഡിയസ് 6, സെയിം റേഡിയസിന്റെ ലെങ്ത് എത്രയാണോ അത്രയും ലെങ്ത് ഉള്ള ഒരു ആർക്ക് എന്ന് പറയുന്നത് എന്താണ്? സർക്കിളിന്റെ ഓരോ പോർഷനെയാണല്ലോ നമ്മൾ ആർക്ക് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ആർക്ക് ലെങ്ത്തും എന്താണ്? 6 ആണ്. അങ്ങനെ റേഡിയസിന്റെ അതേ ലെങ്ത്തിലുള്ള ആർക്ക് ലെങ്ത് ആ സർക്കിളിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ. അപ്പോൾ റേഡിയൻ നമുക്കറിയാം. ഡിഗ്രി നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യുന്നത്? ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത് ഇങ്ങനെയാണ്. റേഡിയൻ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് C വെച്ചിട്ടാണ്. അല്ലെങ്കിൽ ജസ്റ്റ് ആ എത്രയാണോ അത്രയും എഴുതിയിട്ടാണ് നമ്മൾ റേഡിയനെ ഡിനോട്ട് ചെയ്യാറുള്ളത്. റേഡിയൻ എന്ന് പറഞ്ഞാല് സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അത്രയും ആർക്ക് ലെങ്ത് ആ സർക്കിളിന്റെ സെന്ററിൽ മെയ്ഡ് ചെയ്യുന്നത്, അതായത് സെറ്റപ്പ് ചെയ്യുന്ന ആംഗിളിനെയാണ് നമ്മൾ പറയുന്നത് റേഡിയൻ എന്ന് പറയുന്നത്. ഓക്കെ ഉണ്ട്. ദെൻ നമുക്ക് ഒരു ആംഗിൾ കിട്ടിയാല് ആ ആംഗിളിനെ റേഡിയൻക്കും തിരിച്ച് റേഡിയൻ ഡിഗ്രിയിലേക്കും ഒക്കെ നമുക്ക് എന്ത് ചെയ്യണം? കൺവേർട്ട് ചെയ്യാൻ പഠിക്കണം. അപ്പൊ അതിനാണ് നമ്മൾ റേഡിയൻ ഫോർമുല യൂസ് ചെയ്യുന്നത്. റേഡിയൻ ഫോർമുലയിൽ എന്താ പറയുന്നത്? റേഡിയൻ ഫോർമുലയിൽ പറയുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ആർക്ക് ലെങ്ത് ഡിവൈഡഡ് ബൈ റേഡിയസ് ആണെന്നാണ്. അപ്പോൾ ഒരു സർക്കിളിന്റെ ആർക്ക് ലെങ്ത് ആയിരിക്കും നമുക്ക് എന്താ പറയാ? സർക്കിളിന്റെ പെരിമീറ്റർ. ആർക്ക് എന്ന് പറയുമ്പോൾ എന്താണ്? ഫുൾ ലെങ്ത് വരെ വരാലോ. അപ്പോൾ നമ്മൾ ഒരു റേഡിയസിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ആർക്ക് ലെങ്ത് വരുമ്പോൾ നമ്മൾ എങ്ങനെ കണ്ടെത്തുക? നമുക്കറിയാം ഏരിയ നമ്മൾ πr² വെച്ചിട്ടാണ് കാണുന്നത്. അതേപോലെ അതിന്റെ പെരിമീറ്റർ എങ്ങനെയാ വരുന്നത്? പെരിമീറ്റർ അതാണല്ലോ, പെരിമീറ്ററിന്റെ ഓരോ ഡിവിഷൻസ് ആണല്ലോ നമ്മൾ ആർക്ക് ലെങ്ത് പറയുന്നത്. പെരിമീറ്റർ എത്രയാണ്? 2πr ആണ് നമുക്കറിയാം. അപ്പോൾ പെരിമീറ്റർ പറഞ്ഞാൽ ഫുൾ സർക്കിൾ ആണ്. ഫുൾ സർക്കിൾ എന്ന് പറയുമ്പോൾ എത്ര ഡിഗ്രിയാ ഉള്ളത്? 360 ഡിഗ്രിയാണ് നമുക്കറിയാം. ഒരു സർക്കിളിന്റെ ഹാഫ് എന്ന് പറയുമ്പോൾ 180 ഡിഗ്രിയും അത് ഫുള്ളായിട്ട് കംപ്ലീറ്റ് ആയാൽ അത് എന്താണ്? 360 ഡിഗ്രിയാണ്. 360 ഡിഗ്രിയാണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും?
ഒരു പെരി ലെങ്ത് ഫുൾ ആയിട്ട് കവർ ചെയ്യുന്ന ആംഗിൾ എന്ന് പറയുന്നത് എന്താ? തീറ്റ. ആ തീറ്റ എന്ന് പറയുന്നത് എത്രയാണ്? 360 ഡിഗ്രി. അപ്പൊ ഇവിടെ തീറ്റയ്ക്ക് പകരം നമുക്ക് എന്ത് എഴുതാം? 360 എന്ന് എഴുതാം. അപ്പൊ 360 പറഞ്ഞാൽ ആർക്ക് ലെങ്ത്. ആർക്ക് ലെങ്ത് പറഞ്ഞാല് ഫുൾ കൺസിഡർ ചെയ്യുമ്പോൾ പെരിമീറ്റർ ആയിട്ട് നമുക്ക് 2πr എന്ന് എഴുതാം. ഡിവൈഡഡ് ബൈ റേഡിയസ് എന്താണ്? 6. അപ്പോ 6/6 1 ആയി പോയി. ദെൻ 360 ഈക്വൽ ടു നമുക്ക് എന്ത് എഴുതാം? 2π എന്ന് എഴുതാം. അതായത് 360 ഡിഗ്രിന്റെ റേഡിയൻ ഫോം ആണ് എന്ത്? 2π എന്ന് പറയുന്നത്. അപ്പോ 360 എന്ന് പറയുന്നത് 2π ആണെന്നുണ്ടെങ്കിൽ പൈ എത്രയായിരിക്കും? 360 ഡിവൈഡഡ് ബൈ 2 അല്ലേ? നമുക്ക് എന്ത് കിട്ടി? 360 ഈക്വൽ ടു 2π ആണെന്ന് കിട്ടി. സോ പൈ ഈക്വൽ ടു എന്ത് എഴുതാ? പൈ ഈക്വൽ ടു 360 ഡിവൈഡഡ് ബൈ 2. ദാറ്റ് ഈസ് 180 ഡിഗ്രിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? പൈ എന്ന് പറയുന്നത്. ഇപ്പൊ നമുക്ക് ജനറൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങൾ തന്നെയാണ്, ജസ്റ്റ് മെൻഷൻ ചെയ്തിട്ട് പോകുന്നതാണ്. അതാണ് പിക്ചറിൽ എഴുതിയിട്ടുള്ളത്. 2π റേഡിയൻ എന്ന് പറയുന്നതാണ് എന്ത്? 360 ഡിഗ്രി. പൈ റേഡിയൻ എന്ന് പറഞ്ഞാല് 180 ഡിഗ്രി. ഓക്കെ, 2π റേഡിയൻ 360, പൈ റേഡിയൻ 180. മനസ്സിലായല്ലോ? ദെൻ കൺവേർഷൻ ആണ്. നമ്മൾ പറഞ്ഞു SI യൂണിറ്റ് ഓഫ് ആംഗിൾ എന്ന് പറയുന്നത് എന്താണ്? ഡിഗ്രി അല്ല, റേഡിയൻ ആണ്. അപ്പൊ ഡിഗ്രി എന്നാൽ ഒരു മെഷറിംഗ് ആംഗിൾ ആണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യേണ്ടി വരും? ഡിഗ്രീനെ റേഡിയനിലേക്കും റേഡിയനെ ഡിഗ്രിയിലേക്കും എന്താക്കണം? കൺവേർട്ട് ചെയ്യേണ്ടി വരും. അപ്പൊ എങ്ങനെയാണ് കൺവേർഷൻ പോസിബിൾ ആവുന്നത് നോക്കാം. ഈ ഒരു പിക്ചറിൽ നോക്കിക്കേ. റേഡിയനെ നമ്മൾ ഡിഗ്രിക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി ഡിവൈഡഡ് ബൈ പൈ ആണ് ചെയ്യുന്നത്. ഡിഗ്രി എന്ന് പറഞ്ഞാൽ നമുക്ക് അറിയാം അത് ഡിജിറ്റ് ബേസിലാണ് വരിക അല്ലെ? റേഡിയന് വരുമ്പോ എന്താണ്? റേഡിയനിൽ എന്തുണ്ടാവും? പൈ എന്ന് പറഞ്ഞ ടേം ഉണ്ടാവും. ഡിഗ്രിയില് എന്തുണ്ടാവില്ല? പൈ ഉണ്ടാവില്ല. ഓക്കെ, അപ്പോ നമുക്ക് എന്ത്, നമ്മൾ റേഡിയനെ ഡിഗ്രിയിലേക്കാണ് മാറ്റുന്നുണ്ടെങ്കിൽ മുകളിൽ എന്താ ഉണ്ടാവുക? ഡിജിറ്റ് ഫോമാ ഉണ്ടാവുക. അതായത് 180 ബൈ പൈ കൊണ്ട് എന്താ റേഡിയനെ മൾട്ടിപ്പിൾ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അതിനെ എന്ത് ചെയ്യാൻ പറ്റും? ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാൻ പറ്റും. സെയിം ഡിഗ്രീനെ നമ്മൾ പൈ റേഡിയനിലേക്ക് എങ്ങനെ മാറ്റുക? ഡിഗ്രീനെ റേഡിയനിലേക്ക് മാറ്റണം എന്നുണ്ടെങ്കിൽ പൈ ബൈ 180. അപ്പൊ മുകളിൽ വരുന്നത് എന്തായിരിക്കും? റേഡിയന്റെ ടേം ആയിരിക്കും മുകളിൽ വരിക. കണ്ടോ? ഡിഗ്രീനെ നമ്മൾ എന്ത് റേഡിയനിലേക്ക് മാറ്റുമ്പോൾ ടേം നോക്കിയേ, പൈ ബൈ 180 ഡിഗ്രി ആണ്. അതായത് റേഡിയന്റെ ടേം ആണ് മുകളിൽ വരിക. ഇവിടെ എന്ന് പറയുന്നത് ഡിഗ്രീന്റെ ടേം ആണ് ന്യൂമറേറ്ററിൽ വരുന്നത്. ഓക്കെ, അപ്പോൾ സിംപ്ലി നമുക്ക് എന്ത് പറയാം? റേഡിയനെ ഡിഗ്രിയിലേക്ക് ചേഞ്ച് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മൾ മൾട്ടിപ്ലൈ ബൈ 180 ബൈ പൈ ആണ്. ദെൻ ഡിഗ്രീനെ റേഡിയനിക്കാണ് മാറ്റുന്നുണ്ടെങ്കിൽ എന്താണ്? മൾട്ടിപ്ലിക്കേഷൻ ബൈ പൈ ബൈ 180 ആണ്. ഇവിടെ നോക്കിയേ, എക്സാമ്പിൾ വെച്ചിട്ട് പറയുന്നുണ്ട്. നമ്മൾ എന്ത് പറഞ്ഞു? റേഡിയൻ ഫോർമുല എന്ന് പറയുമ്പോൾ 2π റേഡിയൻ എന്ന് പറഞ്ഞാൽ 360 ഡിഗ്രി ആണെന്ന് പറഞ്ഞു. സോ ഈ 2π റേഡിയൻ ആണ് 360 ഡിഗ്രി. അപ്പൊ അതിൽ നിന്ന് 1 റേഡിയൻ എങ്ങനെ കാണാം? ഇവിടെ ഉള്ള 2πനെ നമ്മൾ ഈക്വൽ ടു സൈനിന്റെ അപ്പുറം കൊണ്ടുപോകുമ്പോൾ 360 ബൈ 1 റേഡിയൻ ഈക്വൽ ടു 360 ബൈ 2π എന്ന് വരും. അതായത് 360 ബൈ 2π എന്ന് പറയുമ്പോൾ 360 ഡിവൈഡ് ബൈ 2 എന്താണ്? 180 ആണ്. അപ്പൊ 1 റേഡിയൻ എന്ന് പറയുന്നത് 180 ഡിഗ്രി ബൈ പൈനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 റേഡിയൻ എന്ന്
പറയുന്നത്. അതാണ് കൺവേർഷനിൽ നമ്മൾ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ 180 ഡിഗ്രി/π വന്നത്. ദിസ് അതായത് അതുകൊണ്ടാണ് എന്ത് പറയുന്നത്, നമ്മൾ റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ മൾട്ടിപ്ലൈ ദ ആംഗിൾ വിത്ത് 180/π. അവിടെ എക്സാമ്പിൾ തന്നിട്ടുണ്ട്. എക്സാമ്പിൾ നോക്കിയേ, 5/2 എങ്ങനെയാണ് നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റുന്നത് നോക്കിയേ. അപ്പൊ നമുക്ക് 5/2 എന്ന് പറഞ്ഞിട്ട് ഒരു റേഡിയൻ ആംഗിൾ തന്നിട്ടുണ്ട്, 5/2. അപ്പൊ നമുക്ക് എന്താ റേഡിയനെ ഡിഗ്രിക്ക് മാറ്റണമെന്നുണ്ടെങ്കിൽ നമ്മൾ എന്താ പറഞ്ഞേ, മൾട്ടിപ്ലിക്കേഷൻ ഓഫ് 180/5. അപ്പൊ നോക്കിയേ, ഡിനോമിനേറ്ററിൽ പൈ ഉണ്ട്, ന്യൂമറേറ്ററിൽ പൈ ഉണ്ട്. അപ്പൊ രണ്ടും എന്തായി, ക്യാൻസൽ ആയി പോയി. 180/2 എന്ന് പറയുമ്പോ എന്താണ്, 90 ഡിഗ്രി. ഇതിൽ സിമ്പിൾ ആയിട്ട് എന്ന് പറയട്ടെ, നമുക്കറിയാം 5/2 നമ്മൾ എന്താക്കിയത്, കൺവേർട്ട് ചെയ്തത് 90ലേക്ക്. അപ്പൊ ജസ്റ്റ് പൈന് പകരം 180 കൊടുത്താൽ തന്നെ കൺവേർഷൻ കംപ്ലീറ്റ് ആവും. പൈന് പകരം നമ്മൾ 180 കൊടുക്കുകയാണെങ്കിൽ നോക്കിയേ, 180/2 എന്ന് പറയുന്നത് എന്താണ്, 90 ഡിഗ്രി. അതാണ് റേഡിയന്റെ ഡിഗ്രിയിലേക്കുള്ള കൺവേർഷൻ എന്ന് പറയുന്നത്. ഇനി നെക്സ്റ്റ് നമ്മൾ പറയുന്നത് ഡിഗ്രീനെ എന്താക്കണം, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ സെയിം നമ്മൾ എന്താ പറഞ്ഞ, നമ്മൾ റേഡിയൻ ഫോർമുലയിൽ പറയുന്നത് എന്താണ്, 2π റേഡിയൻ എന്ന് പറയുന്നത് 360 ആണ്. അപ്പൊ നേരത്തെ നമ്മൾ 1 റേഡിയൻ ഈക്വൽ ടു എന്ന് എഴുതിയത്, ദെൻ 1 ഡിഗ്രി ഈക്വൽ ടു പറഞ്ഞിട്ട് നമുക്ക് എന്ത് എഴുതാം, 360 ഈക്വൽ ടു സൈനിന്റെ ഇപ്പുറം കൊണ്ടുപോകുമ്പോൾ എന്തായി, 1 ഡിഗ്രി ഈക്വൽ ടു 2π റേഡിയൻ ഡിവൈഡഡ് ബൈ 360 ഡിഗ്രി എന്ന് വരും. അപ്പോൾ 2π റേഡിയൻ ഈക്വൽ ടു 360 എന്ന് വരുമ്പോൾ 2π ഡിവൈഡഡ് ബൈ 360 എന്ന് വരുമ്പോൾ നമുക്കറിയാം, 2ഉം 360 കൂടിയും കട്ട് ചെയ്തിട്ട് എന്താവും, 5/180 ആവും. അപ്പോ 1 ഡിഗ്രീനെ നമ്മൾ എന്താക്കുന്ന, റേഡിയൻക്ക് കൺവേർട്ട് ചെയ്യാൻ എന്ത് ചെയ്യണം, മൾട്ടിപ്ലൈ വിത്ത് 5/180. ഓക്കെ, അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നമുക്ക് എക്സാമ്പിൾസ് ചെയ്ത് നോക്കാം. എക്സാമ്പിൾസ് നോക്കിയേ, 90 ഡിഗ്രി നമ്മൾ എങ്ങനെയാ, നമ്മൾ നേരത്തെ 5/2 കൺവേർട്ട് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി, 90 ഡിഗ്രി കിട്ടി. ഇനി സെയിം 90 ഡിഗ്രീനെ നമ്മൾ എങ്ങനെയാണ് റേഡിയനിലേക്ക് മാറ്റുന്നത്, അപ്പൊ 90 × 5/180. അപ്പൊ എന്ത് കിട്ടും, 90യും 180യും ക്യാൻസൽ ചെയ്തിട്ട് 2 ആവും. നമുക്കറിയാം 2 × 90 എത്ര, 180 ആണ്. അപ്പൊ 90 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 5/2 എന്ന് എഴുതാം. സെയിം ഇനി 180 ഡിഗ്രി നോക്കിയേ, 180 ഡിഗ്രീനെ നമ്മൾ എന്ത് എഴുതും, 180 × 5/180. അപ്പൊ എന്തായി, 180യും 180യും ക്യാൻസൽ ആയി, ദാറ്റ് ഈസ് ഈക്വൽ ടു 5. ദെൻ നെക്സ്റ്റ് 210ന്റെ കേസ് നോക്കിയേ. 210 ഡിഗ്രീനെ നമ്മൾ എന്താക്കുന്ന, റേഡിയനിലേക്ക് കൺവേർട്ട് ചെയ്യുമ്പോൾ ഇൻറ്റു 5/180. അപ്പൊ നമുക്ക് എന്താ ചെയ്യാ, 3 കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാലേ എന്ത് കിട്ടും, 21നെ 3 കൊണ്ട് ഡിവൈഡ് ബൈ 7 കിട്ടും. അതായത് 18 ആവുമ്പോ എന്താണ്, 6. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, 7π/6 എന്ന് കിട്ടി. ഓക്കെ, അപ്പൊ നമ്മൾ കണ്ട എന്താ, റേഡിയൻ ടു ഡിഗ്രി കൺവേർഷൻ ആൻഡ് ഡിഗ്രി ടു റേഡിയൻ കൺവേർഷൻ. ഇനി ഡിഗ്രിയും റേഡിയനും തമ്മിലുള്ള ഒരു ടേബിൾ ആണ് ഇവിടെ തന്നിട്ടുള്ളത്. നമ്മൾ യൂഷ്വലി യൂസ് ചെയ്യുന്ന ഓരോ ഡിഗ്രിയും അതിന്റെ റേഡിയൻ ടേമും ആണ് തന്നിട്ടുള്ളത്. ഒന്ന് നോക്കി ഓക്കെ. ഇവിടെ തന്നിട്ടുള്ളത് 30 ഡിഗ്രി എന്ന് പറയുന്നത് 5/6 ആണ്. അപ്പൊ 30 ഡിഗ്രീനെ എങ്ങനെയാ നമ്മൾ ചെയ്യാ,
40 ഇൻറ്റു 5/180 അല്ലേ? അപ്പോൾ 3യും 18ഉം ക്യാൻസലായി എന്താ ഇവിടെ 6 ഉണ്ടാവുക. അപ്പോൾ 5/6 എന്ന് കിട്ടി. മനസ്സിലായില്ലേ? ദെൻ 45 പറയുന്നത് 5/4 ആണ്. 60 എന്ന് പറയുന്നത് 5/3 ആണ്. 90 എന്ന് പറയുന്നത് 5/2 ആണ്. 180 എന്ന് പറയുന്നത് പൈ ആണ്. 270 എന്ന് പറയുന്നത് 3/2. അങ്ങനെ 270 3/2 ആയ 270 ഡിവൈഡ് ഇൻറ്റു എന്താണ് നമ്മൾ റേഡിയൻക്ക് മാറ്റുമ്പോൾ 5/180. ഇവിടെ നമ്മൾ എന്തുകൊണ്ടാണ് 9 വെച്ചിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ 3 ഇൻറ്റു 9 എത്രയാണ്? 27. അപ്പോൾ ഇവിടെ 3 വരും. 2 ഇൻറ്റു 9 എത്രയാണ്? 180. സോ ഇവിടെ 2 വരും. അപ്പം നമുക്ക് എന്ത് കിട്ടും? 3/2 എന്ന് പറഞ്ഞു. ഓക്കെ, മനസ്സിലായില്ലേ? സംഭവം ക്ലാസ് കുറച്ച് ബോറിംഗ് ആണ്, കാരണം നമുക്ക് ഓൾറെഡി അറിയുന്ന കാര്യങ്ങളാണ് മെൻഷൻ ചെയ്തിട്ട് പോണത്. ബട്ട് നമുക്ക് പ്രോബ്ലം സ്റ്റാർട്ട് ചെയ്യുന്നതിന് മുന്നേ എല്ലാ ഫോർമുലാസും ഒന്ന് ഫെമിലറൈസ് ചെയ്യണം, നല്ലതാണ്. അതുകൊണ്ടാണ് ഇങ്ങനെ ഒരു ക്ലാസ് കണ്ടക്ട് ചെയ്തത്. ഇപ്പോൾ റേഡിയൻ ഡിഗ്രീന്റെ ഒരു സമ്മറിയാണ് ഇവിടെ ടേബിളിൽ കൊടുത്തിട്ടുള്ളത്. എന്താണ് പറയുന്നത്? റേഡിയൻ എന്ന് പറയുമ്പോൾ the angle suspended by an arc of length r, a circle length of r, a circle whose radius is r. അതായത് ഒരു സർക്കിളിന്റെ റേഡിയസ് എത്രയാണോ അതേ ആർക്ക് ലെങ്ത് ഉള്ള ആർക്ക് അതിന്റെ സെന്ററിൽ ഉണ്ടാക്കുന്ന ആംഗിളിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? 1 റേഡിയൻ എന്ന് പറയുന്നത്. ഡിഗ്രി എന്ന് പറയുന്നത് 1/36th part of a complete angle is called degree. 1 radian is denoted by 1ന്റെ അടുത്തൊരു സി കൊടുത്തിട്ടാണ് നമ്മൾ ചെയ്യുന്നത്. അല്ലെങ്കിൽ സിംപ്ലി 1 വെച്ചിട്ടും നമുക്ക് എന്താ ചെയ്യുക? റേഡിയനെ ഡിനോട്ട് ചെയ്യുക. ഡിഗ്രി ഡിനോട്ട് ചെയ്യുന്നത് 1/0 വെച്ചിട്ടാണ്. 0 എന്ന് പറയാൻ പറ്റുമോ? then കൺവേർഷന്റെ ടേം ആണ് പറയുന്നത്. കൺവേർഷൻ ടു കൺവേർട്ട് ആൻ ആംഗിൾ ഫ്രം ഡിഗ്രി ടു റേഡിയൻ മൾട്ടിപ്ലൈ ബൈ 5/180. then കൺവേർട്ട് റേഡിയൻ ടു ഡിഗ്രി ആകുമ്പോൾ 180/5. ഓക്കെ, അതിന്റെ ഒരു സമ്മറിയാണ്. then ട്രിഗണോമെട്രി ഫോർമുലാസിലേക്ക് വരുന്നതിന് മുന്നേ എന്തെങ്കിലും മെൻഷൻ ചെയ്യാൻ വിട്ടുപോയ ഒരു കാര്യമുണ്ട്. നമ്മൾ +2 ചെയ്തുകൊണ്ട് നമ്മൾ വർക്കൗട്ട് ചെയ്ത ഒരു കാര്യമാണ്. അതായത് നമ്മളിപ്പോൾ റേഡിയന്റെ കാര്യമാണല്ലോ പറഞ്ഞത്. നമുക്ക് ഫെമിലർ ആയിട്ടുള്ള ആംഗിളിന്റെ ഒരു യൂണിറ്റ് പറയുന്നത് എന്താണ്? ഡിഗ്രിയാണ് അല്ലേ? അപ്പോൾ ഡിഗ്രീനെ നമുക്ക് എന്താക്കാം? 1 ഡിഗ്രീനെ നമുക്ക് എന്താക്കി പറയാം? 60 മിനിറ്റ്സ് ആണെന്ന് പറയാം. ഓക്കെ, അതേപോലെ 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ മിനിറ്റ്സിനെ നമ്മൾ എങ്ങനെ ഡിനോട്ട് ചെയ്യാം? 1 മിനിറ്റ് എന്ന് പറയുമ്പോൾ 60 സെക്കൻഡ്സ് ആണ്. ഓക്കെ, ഇത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. നമ്മൾ പണ്ട് +2 ഇതിന്റെ പ്രോബ്ലംസ് ഒക്കെ വർക്ക്ഔട്ട് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഡിഗ്രി എന്ന് പറയുന്നത് ഇങ്ങനെയും മിനിറ്റ് എന്ന് പറയുന്നത് ഇതും സെക്കൻഡ്സ് എന്ന് പറയുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത്. 1 ഡിഗ്രീനെ നമുക്ക് എങ്ങനെ ഇതാക്കാൻ പറ്റും? മിനിറ്റിന്റെയും സെക്കൻഡിന്റെയും ഡിഗ്രീന്റെയും 3ന്റെയും ടേമിലായിട്ട് നമുക്ക് എന്താക്കാൻ പറ്റും? ഒരു ആംഗിൾ നമുക്ക് റെപ്രസെന്റ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഞാൻ അതിനൊരു എക്സാമ്പിൾ കാണിച്ചു തരാം. ഓക്കെ, ഞാൻ പറഞ്ഞു ഡിഗ്രീനെ നമുക്ക് എന്താക്കാൻ പറ്റും? മിനിറ്റിന്റെയും സെക്കൻഡ്സിന്റെയും ഡിഗ്രീന്റെയും 3ന്റെയും ടേമിലായിട്ട് നമുക്ക് എന്ത്
ആംഗിളിനെ നമുക്ക് ഡിനോട്ട് ചെയ്യാൻ പറ്റും. അപ്പൊ ഒരു എക്സാമ്പിൾ ഞാൻ കാണിക്കാം. അപ്പോൾ 7.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ 7.5 ഡിഗ്രി എന്ന് പറയുമ്പോൾ എന്താ, നമുക്ക് എന്ത് ചെയ്യാം, എങ്ങനെ എഴുതാൻ പറ്റും? 7 ഡിഗ്രി ഹാഫിനെ നമ്മൾ പറഞ്ഞു 1 ഡിഗ്രി എന്ന് പറഞ്ഞാല് 60 മിനിറ്റ്സ് ആണ് നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ ഈ ഹാഫ് എന്ന് പറയുന്നത് എത്ര ഉണ്ടാവും? ഇവിടേക്ക് ഒരു ഹാഫും കൂടി വന്നാൽ ഇത് എന്താവും? 80 ഡിഗ്രി കംപ്ലീറ്റ് ആവും. ഇവിടെ ഇപ്പൊ ഒരു ഹാഫേ ഉള്ളൂ. അപ്പൊ അത് എന്ന് പറയുന്നത് എന്തേ ഉണ്ടാവുള്ളൂ? 30 മിനിറ്റ്സ് ആണ്. 60, ഈ 30ലേക്ക് ഒരു 30 മിനിറ്റ്സും കൂടി വന്നാൽ അത് 60 മിനിറ്റ്സ് ആയി. 60 മിനിറ്റ്സ് വന്നാൽ എന്താണ്? അത് 1 ഡിഗ്രി ആയി. അതായത് ഇത് 80 ഡിഗ്രി ആവും. അപ്പോൾ 7.5 നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 7 ഡിഗ്രി 30 മിനിറ്റ്സ് എഴുതാൻ പറ്റും. മനസ്സിലായില്ലേ? അപ്പൊ ഇങ്ങനെയും ക്വസ്റ്റ്യൻ വരാം. അതായത് നമ്മളിപ്പോ നേരത്തെ ചെയ്യുന്നത് പക്കാ ഡിഗ്രീനെ പക്കാ റേഡിയനിലേക്ക് മാറ്റണം. അപ്പൊ ഡിഗ്രീനെ നമ്മൾ ഇങ്ങനെ മിനിറ്റ്സിന്റെയും സെക്കൻഡ്സിന്റെയും ടേമിൽ തന്നാലും എന്താക്കാം, ചിലപ്പോൾ റേഡിയനിലേക്ക് മാറ്റാൻ പറയും. അതിനുള്ള ഒരു എക്സാമ്പിൾ ഞാൻ ഇപ്പൊ കാണിക്കാം. നോക്കിയേ, 20 ഡിഗ്രി 20 ഡിഗ്രി 40 മിനിറ്റ്സിന് 40 മിനിറ്റ്സിന് റേഡിയനിലേക്ക് മാറ്റാനാണ് ക്വസ്റ്റ്യന്. ഓക്കെ, അപ്പൊ എങ്ങനെയാണ് നമ്മൾ ചെയ്യുക? നമുക്കറിയാം, നമുക്ക് ഡിഗ്രീനെ കൺവേർട്ട് ചെയ്യാനേ അറിയുള്ളൂ. മിനിറ്റ്സിനെ, അപ്പൊ ഈ മിനിറ്റ്സിനെ നമ്മൾ എന്താക്കണം? ആദ്യം ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യണം. അപ്പൊ എങ്ങനെയാണ്? അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 20 ഡിഗ്രി 40 മിനിറ്റ്സിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 20 ഡിഗ്രി പ്ലസ് 40 മിനിറ്റ്സ് എന്ന് പറയുമ്പോൾ എന്താണ്? അത് പറയുമ്പോൾ 60 ഡിവൈഡഡ് ബൈ 60 ചെയ്യുമ്പോൾ നമുക്ക് എന്താക്കാം? അതിനെ എന്താണ് നമ്മൾ പറഞ്ഞത്? 60 മിനിറ്റ്സ് ആണ് 1 ഡിഗ്രി. അപ്പൊ 1 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്തായിരിക്കും? 1/60 ഡിഗ്രി ആയിരിക്കുമല്ലോ. ആ ഒരു കൺസെപ്റ്റ് നമുക്ക് 40 മിനിറ്റ്സിന് എന്ത് എഴുതാൻ പറ്റും? 40/60 ഡിഗ്രി എന്ന് എഴുതാലോ. അപ്പൊ 4/6 2/3 അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? 20 ഡിഗ്രി പ്ലസ് 2/3 ഡിഗ്രി എന്ന് എഴുതാം. അപ്പൊ ഇതിൽ ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 20 × 3 60, 60 + 2 പറയുമ്പോൾ 62/3 ഡിഗ്രി എന്ന് എഴുതാൻ പറ്റും. മനസ്സിലായോ? ഇപ്പൊ നമുക്ക് ഡിഗ്രി ആണ് കിട്ടിയത്. അതായത് 20 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് എന്താന്ന് കിട്ടി? നമ്മൾ എന്താ കിട്ടിയേ? 20 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് പറഞ്ഞാല് 62/3 ഡിഗ്രി ആണെന്ന് കിട്ടി. സോ ഇനി നമ്മൾ എന്താക്കണം? റേഡിയനിലേക്ക് മാറ്റാണ്. റേഡിയനിലേക്ക് മാറ്റുമ്പോൾ നമ്മൾ എന്താ ചെയ്യുക? 5/180 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യും. അപ്പൊ 62/3 × 5/180. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? അപ്പോൾ 62നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ ഇവിടെ 31 വരും, ഇവിടെ 90 വരും. സോ നമുക്ക് എന്ത് വരും? 9 × 3 27. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? 31 പൈ ഡിവൈഡഡ് ബൈ 270 റേഡിയൻ ആണ് എന്ത്? 20 ഡിഗ്രി 40 മിനിറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ ടു 20 ഡിഗ്രി 40 മിനിറ്റ്സ്. മനസ്സിലായല്ലോ? ഒരു എക്സാമ്പിളും കൂടി ഞാൻ കാണിക്കാം.
ഇവിടെ ക്വസ്റ്റ്യനിൽ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ കൺവേർട്ട് 1/5 റേഡിയൻ ഇൻറ്റു ഡിഗ്രി മെഷർ. അതായത് 1/5 റേഡിയനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യാനാണ് പറയുന്നത്. ഓക്കെ, 1/5 നമ്മൾ എങ്ങനെ ഡിഗ്രിയിലേക്ക് കൺവേർട്ട് ചെയ്യുക? 1/5 റേഡിയൻ എന്ന് പറയുമ്പോൾ എന്താണ്? 1/5 ഇൻറ്റു 180/5. ഓക്കെ, അപ്പോൾ ഇവിടെ നമ്മൾ സിംപ്ലിസിറ്റിക്ക് പകരം നമുക്കറിയാം പൈ എന്ന് പറയുന്നത് എന്താണ്? 22/7 ആണല്ലോ. നമുക്കറിയുന്ന കാര്യമല്ലേ. അപ്പോൾ അതിൻ്റെ 3.14നെ നമ്മൾ എന്ത് ചെയ്തു? 22/7 എന്ന് എഴുതും. സോ 1/5 ഇൻറ്റു 180 ഡിവൈഡഡ് ബൈ, ഇവിടെ 22/7 എന്ന് എഴുതുമ്പോൾ മുകളിലേക്ക് പോയിട്ട് എന്താവും? 7/22 ആവും. 1/5 ഇൻറ്റു 180 ഇൻറ്റു 7/22. സോ ഇത് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ക്യാൻസൽ ചെയ്തിട്ട് പോയിട്ട് നമുക്ക് എന്തൊക്കെ കിട്ടും? ലാസ്റ്റ് നമുക്ക് എന്ത് വരും? 18 ഇൻറ്റു 7/11. അത് ഫുള്ള് വർക്കൗട്ട് ചെയ്ത് കാണിക്കണില്ല കേട്ടോ, ഇത് കുറച്ച് ലെങ്തി ആണ്. ഈക്വൽ ടു 126 ഡിവൈഡഡ് ബൈ 11. അത് നമുക്ക് ചെയ്യുമ്പോൾ എന്ത് കിട്ടും? 126നെ 11 കൊണ്ട് ഡിവൈഡ് ചെയ്താൽ നമുക്ക് കാണിക്കുക. 126 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ നമുക്ക് 11 എത്ര എണ്ണം പോവും? 11 പോവും. സോറി, 12ൽ എത്ര 11 ഉണ്ട്? 111 അല്ലേ. 111 എന്ന് പറഞ്ഞാൽ 11 എന്താ 12 മൈനസ് 11 വരുമ്പോൾ 1 വരും. ദെൻ 6 ചേർക്കിട്ടാൽ 60ൽ എത്ര ഉണ്ടാവുള്ളൂ? 111 തന്നെയാണ്. 111 എത്രയാണ്? 11. ദെൻ 5 വരും. അപ്പോൾ ഇത് ചെയ്യേണ്ടത് എങ്ങനെയാണ് ഞാൻ കാണിക്കുന്നത്. അപ്പോൾ നമ്മളിപ്പോൾ കിട്ടിയത് കണ്ടോ? ഈ 126 ഡിവൈഡ് ബൈ 11 നമുക്ക് ഇങ്ങനെ കിട്ടി. അതിന് നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 11 ഡിഗ്രി. ഇവിടെ ഇപ്പം നമ്മൾ ഡിഗ്രിയിലേക്ക് മാറ്റി കഴിഞ്ഞു. ഇനി അതിനെ മിനിറ്റ്സും സെക്കൻഡ്സും ആക്കിയിട്ട് നമ്മൾ കൺവേർട്ട് ചെയ്യുക ചെയ്യുന്നത്. ദെൻ 11 ഡിഗ്രി പ്ലസ് ഉണ്ടോ 5/11. ഇനി നെക്സ്റ്റ് എന്താ? 5ൽ എത്ര 11 ഉണ്ട് നോക്കാം. അപ്പം നമുക്ക് നമ്മൾ എന്താ എഴുതുക? 5/11 ഡിഗ്രി എന്ന് എഴുതും. മനസ്സിലായോ? ദെൻ 5/11 ഡിഗ്രി, അതായത് നമുക്ക് അതിനെ മിനിറ്റ്സിലേക്ക് എങ്ങനെ മാറ്റാം? നമ്മൾ ഇൻറ്റു 60 ചെയ്യുമ്പോൾ നമുക്ക് എന്താ മിനിറ്റ്സ് കിട്ടും. ഓക്കെ, അപ്പോൾ 11 ഡിഗ്രി പ്ലസ് 5/11 ഡിഗ്രി നമ്മൾ എന്ത് ചെയ്തു? 5/11 ഇൻറ്റു 60 മിനിറ്റ്സ് എന്ന് എഴുതും അല്ലേ. അപ്പോൾ 11 ഡിഗ്രി പ്ലസ് 300 ഡിവൈഡ് ബൈ 11 മിനിറ്റ്സ്. ഇനിയിപ്പോൾ ഈ 300 ഡിവൈഡ് ബൈ 11 നമ്മൾ എന്ത് ചെയ്യും? നേരത്തെ നമ്മൾ ചെയ്ത പോലെ തന്നെ ഡിവിഷൻ ചെയ്യാം. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മൾ എങ്ങനെ ചെയ്യാ? 300 ഡിവൈഡ് ബൈ 11 ചെയ്യുമ്പോൾ 30ൽ എത്ര 11 ഉള്ളത്? 2 11. 11 22. ബാക്കി 8. 8ൽ എത്ര ഉള്ളത്? 7. 7 എന്ന് പറയുമ്പോൾ 77. 7 11 77. ബാക്കി 3. അപ്പൊ ഇനി ഇത് നമ്മൾ എങ്ങനെ എഴുതും? സെക്കൻഡ്സിന്റെ ടേമില്. അപ്പൊ നമ്മൾ എന്ത് എഴുതാ? 11 ഡിഗ്രി പ്ലസ് 27 മിനിറ്റ്സ് പ്ലസ് 3/11.
11 മിനിറ്റ്സ്. ഈ 3/11 നമ്മൾ 60 സെക്കൻഡ്സിലേക്ക് മാറ്റണം. അപ്പോൾ ദെൻ നമ്മൾ എന്ത് ചെയ്യും? എന്ത് 11 3/11 മിനിറ്റ്സ് നമ്മൾ സെക്കൻഡ്സിലേക്ക് മാറ്റാൻ നമ്മൾ എന്താ ചെയ്യുക? ഇൻറ്റു 60 കൊടുക്കും. നമുക്കറിയാം 60 സെക്കൻഡ്സ് ആണ് 1 മിനിറ്റ്സ് എന്നുള്ളത്. അപ്പോൾ നമുക്ക് 11 ഡിഗ്രി പ്ലസ് 27 മിനിറ്റ്സ് പ്ലസ് 3/11 ഇൻറ്റു 60 സെക്കൻഡ്സ്. അപ്പോൾ നമുക്ക് 11 ഡിഗ്രി പ്ലസ് 27 മിനിറ്റ്സ് പ്ലസ് 3 ഇൻറ്റു 6 180 by 11 സെക്കൻഡ്സ് നീട്ടി. അപ്പോൾ 180 by 11 നമുക്ക് 180 by 11 ഇതുപോലെ ചെയ്യുമ്പോൾ നമുക്ക് 16.36 എന്ന് കിട്ടും. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 11 ഡിഗ്രി പ്ലസ് 27 മിനിറ്റ്സ് പ്ലസ് 180 ഡിവൈഡ് ബൈ 11 സെക്കൻഡ്സിന് 16.36 സെക്കൻഡ്സ് എന്ന് എഴുതാം. അതായത് അപ്രോക്സിമേറ്റ്ലി 16 സെക്കൻഡ്സ്. നമുക്ക് 1/5 റേഡിയനെ നമുക്ക് എന്ത് എഴുതാൻ പറ്റും? 11 ഡിഗ്രി പ്ലസ് 27 മിനിറ്റ് പ്ലസ് 16 സെക്കൻഡ്സ് അപ്രോക്സിമേറ്റ്ലി എന്ന് എഴുതാൻ പറ്റും. ഓക്കെ, മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ദെൻ നമുക്ക് ട്രിഗണോമെട്രിക് ഫോർമുലാസിലേക്ക് പോവാം. ഇത് ഞാൻ PDF-ൽ മെൻഷൻ ചെയ്തിട്ടില്ല, അതുകൊണ്ടാണ് ഞാൻ എടുത്ത് പറഞ്ഞത്. ബേസിക് ട്രിഗണോമെട്രിക് ഫോർമുലാസ് നമുക്കറിയാം. ട്രിഗണോമെട്രിന്റെ ബേസിക് എന്ന് പറയുന്നത് റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിൾ ആണ്. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ഓരോ സൈഡ്സും ഏതൊക്കെയാന്ന് നമുക്കറിയാം. റൈറ്റ് ആംഗിൾഡ് ട്രയാങ്കിളിന്റെ ബേസിനാണ് നമ്മൾ അഡ്ജസ്റ്റ്, അതായത് തീറ്റ നമ്മൾ എടുത്തതിന് പ്രകാരം തീറ്റനെ അഡ്ജസ്റ്റന്റ് ആയിട്ടുള്ള സൈഡിന് അഡ്ജസ്റ്റന്റ് സൈഡ് ഒന്നും, തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡിന് ഓപ്പോസിറ്റ് സൈഡ് ഒന്നും, മറ്റേ തേർഡ് ഇതിനെ ഹൈപ്പോട്ന്യൂസ് സൈഡ് എന്നും പറയുന്നു. അപ്പോൾ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? തീറ്റയ്ക്ക് സൈഡ് ഓപ്പോസിറ്റ് ആംഗിൾ തീറ്റ, അതായത് തീറ്റയ്ക്ക് ഓപ്പോസിറ്റ് ആയിട്ടുള്ള സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ദെൻ കോസ് തീറ്റ എന്ന് പറയുന്നത് അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഹൈപ്പോട്ന്യൂസ് ആണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? നമുക്കറിയാം ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ഡിവൈഡഡ് ബൈ കോസ് തീറ്റ ആണ്. അപ്പൊ നമുക്ക് ഈ സൈഡിന്റെ ടേമിൽ എങ്ങനെ എഴുതാൻ പറ്റും? സൈഡിന്റെ ടേമിൽ നമുക്ക് ടാൻ തീറ്റ എഴുതുമ്പോൾ ഓപ്പോസിറ്റ് സൈഡ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് എന്ന് എഴുതാൻ പറ്റും. ദെൻ കൊസീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/sin തീറ്റ ആണ്. 1/sin തീറ്റ ആവുമ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് ഓപ്പോസിറ്റ് ഡിവൈഡ് ഹൈപ്പോട്ന്യൂസ് ആണ്. സോ കൊസീക് എന്ന് പറയുന്നത് എന്തായിരിക്കും? ഹൈപ്പോട്ന്യൂസ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ്. സീക് തീറ്റ എന്ന് പറയുന്നത് 1/cos തീറ്റ ആണ്. സോ ഹൈപ്പോട്ന്യൂസ് ഡിവൈഡഡ് ബൈ അഡ്ജസന്റ് സൈഡ് ആണ്. ദെൻ കോട്ട് തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1/tan തീറ്റ തന്നെയാണ് നമ്മൾ കോട്ട് തീറ്റ എന്ന് പറയുന്നത്. സോ കോട്ട് തീറ്റന്റെ ഇക്വേഷൻ എന്തായിരിക്കും? അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആയിരിക്കും. കണ്ടോ? കോട്ട് തീറ്റ എന്ന് പറയുന്നത് 1/tan തീറ്റ ആണ്. സോ അഡ്ജസന്റ് സൈഡ് ഡിവൈഡഡ് ബൈ ഓപ്പോസിറ്റ് സൈഡ് ആണ് കോട്ട് തീറ്റന്റെ ഇക്വേഷൻ എന്ന് പറയുന്നത്. Then Pythagorean equations. Pythagorean trigonometric identities ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഏതൊക്കെയാണ്? സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? 1 ആണ്. സെയിം സി സ്ക്വയർ ഇവിടെ സൈനിന്റെയും കോസിന്റെയും ടേമിൽ പ്ലസ് ആ വരുന്നത്. ദെൻ സി സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ എന്ന് പറയുന്നത് 1 ആണ്. ദെൻ കൊസീക് സ്ക്വയർ തീറ്റ ആണ്. കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോട്ട് സ്ക്വയർ തീറ്റ എന്ന് പറയാം. സൈൻ സ്ക്വയർ തീറ്റ പ്ലസ് കോസ് സ്ക്വയർ തീറ്റ
ഈക്വൽ ടു 1 ആണ്. ദെൻ സീക് സ്ക്വയർ തീറ്റ മൈനസ് ടാൻ സ്ക്വയർ തീറ്റ ആണ് എന്ത് 1. ദെൻ കൊസീക് സ്ക്വയർ തീറ്റ മൈനസ് കോഡ് സ്ക്വയർ തീറ്റ ആണ് എന്ത് 1. ഈ 3 ഇക്വേഷനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ട്രിഗണോമെട്രിക് പൈതഗോറിയൻ ട്രിഗണോമെട്രിക് ഐഡന്റിറ്റീസ് എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ ട്രിഗണോമെട്രിക് ടാബ്ലോ പറഞ്ഞാൽ ഓരോ ആംഗിളിനും സൈനിന്റെയും കോസിന്റെയും ട്രിഗണോമെട്രിക് വാല്യൂസ് എങ്ങനെയാ വരുന്നത് എന്നുള്ളതാണ്. സോ നോക്കിയേ, സൈൻ 0 ഡിഗ്രി എന്ന് പറയുന്നത് മുകളിൽ കൊടുത്തിരുന്നത് ആംഗിൾസും വെർട്ടിക്കലി ട്രിഗണോമെട്രിക് ഫങ്ഷൻസും ആണ്. ദെൻ സൈൻ 0 എന്ന് പറയുന്നത് എത്രയാണ് 0 ഡിഗ്രി ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. സൈൻ 45 എന്ന് പറയുന്നത് 1/√2 ആണ്. സൈൻ 60 പറയുന്നത് √3/2 ആൻഡ് സൈൻ 90 1 ആണ്. 180 എന്ന് പറയുമ്പോൾ എന്താണ് നമുക്ക് ക്വാഡ്രന്റ് വരച്ച് നോക്കുമ്പോൾ നമുക്ക് സൈന് എക്സ് ആക്സിസിൽ വരുമ്പോൾ അതായത് 0 ഡിഗ്രി വരുമ്പോൾ എന്താണ് ഇവിടെ 0 ആണ്. സെയിം കണ്ടീഷൻ തന്നെയാണ് 180 വരുമ്പോൾ. 180 എന്ന് പറയുന്നത് ഇവിടെയാണ്. അപ്പോൾ സൈൻ 180 എന്ന് പറയുന്നത് 0 ആണ്. ദെൻ നമ്മൾ പറഞ്ഞു 90 എന്ന് പറയുന്നത് y ആക്സിസിലാണ് വരുന്നത്. അപ്പോൾ സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. നേരെ ഓപ്പോസിറ്റ് 270 വരുമ്പോൾ എന്തായിരിക്കും -1. 360 വരുമ്പോൾ കറക്റ്റ് പിന്നെയും 0 വരുന്നു. സോ സൈൻ 360 0 ആണ്. അപ്പൊ സൈൻ 0യും സൈൻ 180യും സൈൻ 360യും എന്താണ് 0 ആണ്. അപ്പൊ നമുക്ക് എന്ത് പറയാം n പൈ എന്ന് പറയുന്നത് സൈനിന് എന്താണ് 0 ആണെന്ന് പറയാം. ഓക്കെ, അപ്പോ നമ്മൾ എന്തൊക്കെയാ കണ്ടത് സൈൻ 30. പിന്നെ നമുക്ക് ഓർത്ത് വെക്കേണ്ടത് ഏതൊക്കെയുള്ളൂ സൈൻ 30യും സൈൻ 60യും. കാരണം സൈൻ 45 സൈനിനും കോസിനും സെയിം വാല്യൂ ആണ് 2√2 ആണ്. അപ്പോൾ നമ്മൾ ഓർത്ത് വെക്കേണ്ടത് സൈൻ 30യും സൈൻ 60 ആണ്. സൈൻ 30 എന്ന് പറയുന്നത് 1/2, സൈൻ 60 എന്ന് പറയുന്നത് √3/2. ഇനി കോസിന്റെ കണ്ടീഷനിൽ പോവാം. കോസ് എന്ന് പറയുമ്പോൾ എന്താണ് കോസ് 0 എന്ന് പറയുന്നത് 1 ആണ്. സൈൻ കോസ് 30 എന്ന് പറയുന്നത് എന്താണ് കോസ് 30 എന്ന് പറയുന്നത് സൈൻ 60ക്ക് ഈക്വൽ ആണ്, അതായത് √3/2 ആണ്. സൈൻ 60യും സൈൻ 60 ഈക്വൽ ടു എന്താണ് കോസ് 30 ആണ്. സെയിം സൈൻ നേരെ തിരിച്ചും, അതായത് സൈൻ 30 എന്ന് പറയുന്നത് കോസ് 60 ആണ്. ടേബിളിൽ നോക്കിയേ ഉണ്ടോ സൈൻ 30 എന്ന് പറയുന്നത് എന്താണ് √3/2. അത് പറയുന്നത് എന്താണ് സോറി കോസ് 30 എന്ന് പറയുന്നത് √3/2 ആണ്. അത് ഈക്വൽ ടു എന്താണ് സൈൻ 60 ആണ്. ദെൻ സൈൻ 30 എന്ന് പറയുന്നത് 1/2 ആണ്. കോസ് 60 എന്ന് പറയുന്നത് എന്താണ് 1/2 ആണ്. നമ്മള് അങ്ങനെ എന്താ കമ്പയർ ചെയ്ത് പഠിച്ചാൽ നമുക്ക് പെട്ടെന്ന് ഓർമ്മയിൽ നിൽക്കും. ദെൻ 45ന് രണ്ട് കോസിനും സൈനിനും എന്താണ് 1/√2 ആണ് വരുന്നത്. നേരത്തെ 45 2/2 എന്തോ പറഞ്ഞ പോലെ തോന്നുന്നു. 1/√2 ആണ് കേട്ടോ. ദെൻ സൈന് കഴിഞ്ഞു, സൈനും കോസും നമ്മൾ കണ്ടു. ദെൻ കോസ് 90 എത്രയാണ് കോസ് 180 എന്ന് പറയുന്നത് -1. കോസ് 270 എന്ന് പറയുമ്പോൾ 90ന്റെ അതേ കണ്ടിന്യൂഷൻ ആണ്. സോ അതുകൊണ്ട് സെയിം കണ്ടീഷൻ ആണ് 1 ആണ്. നമുക്ക് എന്താ പറയുക സൈൻ തീറ്റ ബൈ കോസ് തീറ്റ ആണ്. അപ്പോൾ 1/2 ഡിവൈഡ് ബൈ √3/2 ആവുമ്പോൾ എന്താണ് 2 ക്യാൻസൽ ആയി 1/√3 ആണ് സൈൻ 30 എന്ന് പറയുന്നത്. ദെൻ 45 രണ്ടും കോസും സൈനും ഈക്വൽ ആയതുകൊണ്ട് സൈൻ ടാൻ 45 എന്ന് പറയുന്നത് 1 ആണ്. ദെൻ 60 എന്ന് പറയുമ്പോൾ എന്താണ് സൈൻ 60 ഡിവൈഡഡ് ബൈ കോസ് 60, അതായത് √3/2 ഡിവൈഡഡ് ബൈ 1/2. 2 ക്യാൻസൽ ആവും √3 ബാക്കി. ഓക്കെ,
ദെൻ സൈൻ 90. സൈൻ 90 എന്ന് പറയുമ്പോൾ സൈൻ അല്ല, സോറി, ടാൻ 90 എന്ന് പറയുമ്പോൾ എന്താണ്? ടാൻ 90 ഈക്വൽ ടു സൈൻ 90 ഡിവൈഡഡ് ബൈ കോസ് 90 ആണ് അല്ലേ? അപ്പോൾ സൈൻ 90 എത്രയാ? സൈൻ 90 എന്ന് പറയുന്നത് 1 ആണ്. കോസ് 90 എന്ന് പറയുന്നത് 0. നമുക്കറിയാം 0 ഇൻറ്റു ഏതെന്താണ്? 0/1 ആണെങ്കിൽ അതെന്താണ്? 0 ആണ്. കാരണം എന്താ? 0/1 എന്ന് പറഞ്ഞാൽ 0 ഇൻറ്റു 1/1 ആണ്. അതായത് ഏതൊരു സംഖ്യനെയും 0 കൊണ്ട് ഇൻറ്റു ചെയ്താൽ എന്താണ്? 0 ആണ്. പക്ഷെ 1/0 എന്ന് പറഞ്ഞാൽ എന്താണ്? അതിനെ നമ്മൾ നോട്ട് ഡിഫൈൻഡ് എന്നാണ് പറയുക, അല്ലെങ്കിൽ ഇൻഫിനിറ്റി വെച്ചിട്ട് നമ്മൾ ഡിനോട്ട് ചെയ്യും. ഓക്കെ, അപ്പോൾ ടാൻ 90 എന്ന് പറയുന്നത് എന്താണ്? നോട്ട് ഡിഫൈൻഡ് ആണ്. സൈൻ 90 നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ 180 സൈൻ 90 അല്ല കേട്ടോ, സോറി, ടാൻ 90. ദെൻ ടാൻ 180. ടാൻ 180 എന്ന് പറയുമ്പോൾ സൈൻ 180 ഡിവൈഡ് ബൈ കോസ് 180. സൈൻ 180 എന്താണ്? 0 ആണ്. കോസ് 180 എന്താണ്? -1 ആണ്. അപ്പോൾ 0/-1 എന്താണ്? 0 ആണ്. ദെൻ 270. 270ന്റെ കേസിൽ എന്താ വരിക? 270 സൈൻ 270 -1ഉം കോസ് 270 0 ആണ്. ഡിനോമിനേറ്ററിൽ അഗൈൻ 0 വന്നു. 1/0 എന്ന് പറയുമ്പോൾ -1/0 അല്ലെങ്കിൽ 1/0 എന്ന് പറയുമ്പോൾ നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ 360 എന്താ? 0/1 വരുമ്പോൾ 0. ദെൻ ഓരോന്നിന്റെ ഇതിൽ കൊസീക്ക് വരുമ്പോൾ സൈൻ 0 ആണ്. സൈൻ 0 ആണ്. കൊസീക്ക് എന്ന് പറയുമ്പോൾ 1/sin ആണ്. അതായത് 1/0 എന്തായിരിക്കും? നോട്ട് ഡിഫൈൻഡ്. ദെൻ സൈൻ 30 1/2 ആയതുകൊണ്ട് കൊസീക്ക് 30 എന്ന് പറയുമ്പോൾ 2 ആണ്. സൈൻ 45 1/√2 ആയതുകൊണ്ട് കൊസീക്ക് 45 എന്താണ്? √2 ആണ്. ദെൻ സൈൻ 60 √3/2 ആയത് വെച്ചിട്ട് കൊസീക്ക് എന്ന് പറയുമ്പോൾ നേരെ ഉൾട്ട 2/√3 ആയിരിക്കും. 90 1/1 എന്ന് പറയുമ്പോൾ കൊസീക് തീറ്റ കൊസീക് 90 പറയുമ്പോൾ 1 ആണ്. ദെൻ കൊസീക് 180 എന്ന് പറയുമ്പോൾ എന്താവും? നോട്ട് ഡിഫൈൻഡ് ആണ്. ദെൻ അങ്ങനെ എല്ലാത്തിൻ്റെയും സീക്കിന്റെ എങ്ങനെ കാണണമെന്ന് മനസ്സിലായില്ലേ? നമുക്കറിയാം സൈൻ എന്ന് പറയുന്നത് കൊസീക്ക് എന്ന് പറയുന്നത് 1/sin തീറ്റയാണ്. സീക്ക് പറയുന്നത് 1/cos തീറ്റയാണ്. ദെൻ കോട്ട് എന്ന് പറയുന്നത് 1/tan തീറ്റയാണ്. ടാൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ്? സൈൻ തീറ്റ ബൈ കോസ് തീറ്റയാണ്. ഞാൻ ഓരോന്നും എടുത്ത് പറഞ്ഞ് ബോറടിപ്പിക്കണില്ല. നമുക്ക് എല്ലാവർക്കും ജനറൽ ആയിട്ട് അറിയുന്ന കാര്യങ്ങളാണ്. അതുകൊണ്ടാണ് ഞാൻ കുറച്ച് സ്കിപ്പ് ചെയ്തിട്ട് പോകുന്നത്. ടേബിളിൽ കറക്റ്റ് നമ്മൾ കൊടുത്തിട്ടുണ്ട്. ടേബിൾ പഠിച്ചാൽ തന്നെ നമുക്ക് ഒരുവിധം പ്രോബ്ലംസ് ഒക്കെ സിമ്പിൾ ആയിട്ട് വർക്ക് ചെയ്യാൻ പറ്റും. ദെൻ ഇത് റേഡിയൻ വെച്ചിട്ട് കാണിച്ച സെയിം ടേബിൾ തന്നെയാണ്. ആംഗിള് റേഡിയനിലും കൂടി കൊടുത്തിട്ടുണ്ട് മാത്രം. പ്രത്യേകിച്ച് പറയാനൊന്നുമില്ല. 0 ഡിഗ്രി എന്ന് പറഞ്ഞാൽ 0 റേഡിയൻ തന്നെയാണ്. 30 എന്ന് പറയുന്നത് എന്താണ്? 5/6 റേഡിയൻ ആണ്. 45 എന്ന് പറയുന്നത് 5/4 റേഡിയൻ. 60 ഡിഗ്രി എന്ന് പറയുന്നത് 5/3 റേഡിയൻ. 90 ഡിഗ്രി എന്ന് പറയുന്നത് 5/2 റേഡിയൻ. ആൻഡ് 180 ഡിഗ്രി എന്ന് പറയുന്നത് 5 റേഡിയൻ. 270 ഡിഗ്രി എന്ന് പറയുന്നത് 3π/2 ആൻഡ് 360 എന്ന് പറയുന്നത് 2π റേഡിയൻ. നേരെ മുകളിൽ കണ്ട ടേബിളിൽ പറയുന്ന സെയിം കാര്യം തന്നെയാണ് ഇതിൽ പറയുന്നത്. ഇതിൽ അത് ആംഗിൾസിന്റെ റേഡിയലിലും കൂടി കാണിച്ചു എന്ന് മാത്രം. ഓക്കെ, ദെൻ യൂണിറ്റ് സർക്കിൾ ചാർട്ട് ഇൻ റേഡിയൻ, അതായത് റേഡിയനിലുള്ള യൂണിറ്റ് സർക്കിൾ ചാർട്ടാണ് കാണിക്കുന്നത്. നമ്മളിപ്പോൾ ആ ടേബിളിൽ പറഞ്ഞ അതേ സാധനങ്ങൾ ഒരു സർക്കിളിന്റെ ഇതിൽ ചാർട്ടായിട്ട് പറഞ്ഞിട്ടുള്ളതാണ്. നോക്കിയേ, നമുക്കിത് എക്സ് ആക്സിസ് ഉണ്ട്, ഇവിടെ ഒരു വൈ ആക്സിസ് ഉണ്ട്. അപ്പോൾ എക്സ് ആക്സിസിലുള്ള പോയിന്റ് നോക്കിയേ, അതായത് കോസ് 0യും സൈൻ 0യും ആണത്. കോസ് 0 എന്താണ്? 1 ആണ്. സൈൻ 0 എന്താണ്? 0 ആണ്. ഇനി നെക്സ്റ്റ് 5/6, അതായത് 30 ഡിഗ്രീൻ്റെ ആണ് 5/6. 30 ഡിഗ്രീൻ്റെ. അപ്പൊ നമുക്ക് എന്താ അറിയാ, നമ്മള് എന്താ ഓരോ പോയിന്റ് ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഫസ്റ്റ് എക്സിന്റെയും ദെൻ വൈന്റെ ആണല്ലോ എഴുതല്. അപ്പൊ ഇവിടെ എക്സ് എന്ന് പറയുന്നത് കോസും വൈ എന്ന് പറയുന്നത് സൈനും ആക്കിയിട്ട് എടുത്തിട്ടുള്ളത്.
സോ ഇവിടെ 5/6 നേരെയുള്ള നോക്കിയേ, ഇതെന്ന് പറയുന്നത് സൈൻ 30. സൈൻ 30 അല്ല, സോറി, കോസ് 30. കോസ് 30 എന്താണ് √3/2, സൈൻ 30 എന്താണ് 1/2. ദെൻ 5/4 സൈൻ കോസ് 45 അല്ലെങ്കിൽ കോസ് 5/4. √2/2 എന്ന് പറഞ്ഞാൽ എന്താണ്, ഇവിടെ √2/2 എന്ന് കൊടുത്തിട്ടോ. അതായത് കോസ് 45 ഈക്വൽ ടു എന്താണ് കോസ് 5/4. അവിടെ എന്താ കൊടുത്തേ, √2/2. √2/2 എന്ന് പറയുന്നത് എന്താണ്, √2/2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, √2 ഇൻറ്റു √2 എന്ന് എഴുതാൻ പറ്റും. സോ രണ്ട് √2 ക്യാൻസൽ ആയിട്ടാണ് കോസ് 5/4 അല്ലെങ്കിൽ സൈൻ 5/4 എന്ന് പറയുന്നത് 1/√2 ആണെന്ന് പറയുന്നത്. ഓക്കെ, ഇത് √2/2 കണ്ടിട്ട് കൺഫ്യൂഷൻ ആവണ്ട. ദെൻ 5/3 പറയുമ്പോൾ 60 ഡിഗ്രി, അതായത് കോസ് 60 എന്ന് പറയുന്നത് 1/2, സൈൻ 60 എന്ന് പറയുന്നത് √3/2. ദെൻ 5/2 എന്ന് പറയുമ്പോൾ 90 ഡിഗ്രി, അതായത് കോസ് 90 0 ആണ്, സൈൻ 90 1 ആണ്. ഇനി തേർഡ്, ഇതിപ്പോ ഇത് എന്ന് പറയുന്നത് ഫസ്റ്റ് ക്വാഡ്രന്റ് ആണ്, ഇത് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റ് ആണ്. നെക്സ്റ്റ് ഇത് എന്ന് പറയുന്നത് തേർഡും, ഇത് എന്ന് പറയുന്നത് ഫോർത്ത് ക്വാഡ്രന്റും ആണ്. ഓക്കെ, അപ്പോൾ ഓരോ ക്വാഡ്രന്റിലും ആരൊക്കെയാണ് പോസിറ്റീവ് ആരൊക്കെയാണ് നെഗറ്റീവ് എന്ന് പറഞ്ഞ് കണ്ടാൽ നമുക്കിത് സിമ്പിൾ ആണ്. ഞാൻ പറയാം. ഫസ്റ്റ് ക്വാഡ്രന്റിൽ എങ്ങനെയാണ്, കോസും സൈനും എന്താണ് പോസിറ്റീവ് ആണ്. കോസും സൈനും അല്ല, എല്ലാ ഫങ്ഷൻസും ഇവിടെ എന്താണ് പോസിറ്റീവ് ആണ്. ഇനി ഇത് നോക്കിയേ, ഇവിടെ എന്ന് പറയുമ്പോൾ എന്തായി, കോസ് നെഗറ്റീവ്, അതായത് എക്സ് എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ് വരുന്നത്, വൈ എന്ന് പറയുമ്പോൾ സ്റ്റിൽ പോസിറ്റീവ് ആണ്. അതായത് എന്താ സൈനിന്റെ ടേം പോസിറ്റീവും കോസിൻ്റെത് എന്ന് പറയുന്നത് നെഗറ്റീവും ആയിരിക്കും. അതുകൊണ്ടാണ് ഇവിടെ എന്ത് വന്നത്, സെയിം ഇവിടെയുള്ള അതേ വാല്യൂസ് തന്നെ വരിക. കാരണം വ്യത്യാസം എന്തേ ഉള്ളൂ, ഇവിടെ കോസ് എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവാണ്. നോക്കിയേ, 5/3 എന്താ 1/2 √3/2 എന്ന് വന്നത്, ഇവിടെ അതാണ് 2/3 എഴുതിയിട്ട് -1/2 √3/2. ഓക്കെ, ദെൻ 45 ഈ ഒരു തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ കോസ് നെഗറ്റീവ് ആയതുകൊണ്ടാണ് -√2/2 √2/2. മനസ്സിലായില്ലേ പറഞ്ഞത്. ഇനി തേർഡ് ക്വാഡ്രന്റിൽ വരുമ്പോൾ എന്താണ്, കോസും നെഗറ്റീവായി, ദെൻ അഗൈൻ സൈനും എന്തായി നെഗറ്റീവായി. അപ്പൊ രണ്ട് വാല്യൂസിന് എന്തുണ്ടാവും, നെഗറ്റീവ് സൈൻ ഉണ്ടാവും. ഇവിടെ എന്ന് പറയുമ്പോൾ കോസ്, ഫോർത്ത് ക്വാഡ്രന്റിൽ എന്ന് പറയുമ്പോൾ കോസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആണ്, കോസ്. ദെൻ സൈൻ എന്ന് പറയുന്നത് എന്താണ് നെഗറ്റീവ് ആണ്. നോക്കിയേ, സൈനിന്റെ ടേമിനൊക്കെ നെഗറ്റീവും കോസിന്റെ ടേം ഒക്കെ എന്താണ് പോസിറ്റീവ് ആണ്. മനസ്സിലായില്ലേ? ദെൻ നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമ്മൾ എന്ത് പറഞ്ഞ ക്വാഡ്രന്റ് വൈസ് കാര്യങ്ങൾ പറഞ്ഞത്. യൂണിറ്റ് സർക്കിൾ അസോസിയേറ്റഡ് ആയിട്ടുള്ള കുറച്ച് ഇക്വേഷൻസ് ആണ് ഇവിടെ തന്നിട്ടുള്ളത്. അതായത് സൈൻ തീറ്റ എന്ന് നമ്മള് ആക്സിസ് വരച്ചിട്ടുണ്ടെങ്കിൽ സൈൻ തീറ്റ എന്ന് പറയുന്നത് എന്താണ് y/1, അതായത് y മാത്രമേ ഉണ്ടാവുള്ളൂ. കോസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റയില് എക്സ് ആക്കി എടുക്കുമ്പോൾ അപ്പോൾ സൈൻ തീറ്റ എന്ന് പറയുന്നത് y/1, കോസ് തീറ്റ എന്ന് പറയുന്നത് x/1, ദെൻ ടാൻ തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ ബൈ കോസ് തീറ്റ. അപ്പൊ എന്ത് കിട്ടും, y/x കിട്ടും. സൈൻ തീറ്റ y/1 ആണെന്നുണ്ടെങ്കിൽ കോസിക് തീറ്റ എന്താണ് 1/y ആണ്.
ദെൻ കോസ് തീറ്റ എക്സ് ബൈ വൺ ആണെങ്കിൽ സീക് തീറ്റ എന്ന് പറയുന്നത് 1/x ആണ്. അപ്പോൾ 1/y അല്ല സോറി y/1 ഡിവൈഡ് ബൈ എക്സ് ബൈ വൺ ആണ് എന്ത് വരുന്നത്, ടാൻ തീറ്റ y/x വന്നത്. ദെൻ ടാൻ തീറ്റ y/x ആണെന്നുണ്ടെങ്കിൽ എന്താണ്, കോഡ് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, x/y ആണ്. y/1 x/1 എന്ന് പറഞ്ഞിട്ട് എന്താക്കണ്ട, കൺഫ്യൂഷൻ ആവണ്ട. സൈൻ തീറ്റ എന്ന് പറയുന്നത് y/1 എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം, y ആണ് എന്നാണ്. സോ അത് y ആയതുകൊണ്ട് കൊസിക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 1/y ആണ്. y/1 അത് നമുക്ക് p/q ഫോമിൽ പറഞ്ഞതാണ്. ദെൻ കോസ് തീറ്റ എന്ന് പറയുന്നത് x ആണ്. സോ x/1. അപ്പോ സീക് തീറ്റ എന്ന് പറയുന്നത് എന്താണ്, 1/x. ഇവിടെ y-നെയാണ് y/1 എന്ന് എഴുതിയിട്ടുള്ളത്, ഇവിടെ x-നെയാണ് x/1 എന്ന് എഴുതിയിട്ടുള്ളത്. ഇത് ജസ്റ്റ് p/q ടേമിൽ എഴുതിയെന്ന് മാത്രം, കൺഫ്യൂഷൻ ആവണ്ട. നമ്മൾ എന്താ പറഞ്ഞത്, സൈൻ തീറ്റ y/1 എന്ന് പറഞ്ഞാൽ സൈൻ തീറ്റ ഈക്വൽ ടു y ആണ്, കോസ് തീറ്റ ഈക്വൽ ടു x/1 എന്ന് പറഞ്ഞാൽ കോസ് തീറ്റ ഈക്വൽ ടു x ആണെന്നാണ്. ഓക്കെ. ദെൻ ഓരോ ക്വാഡ്രന്റിലുള്ള കാര്യങ്ങളാണ് പറയണത്. നോക്കിയേ, എന്താ ഫസ്റ്റ് ക്വാഡ്രന്റില് പോസിറ്റീവ് എക്സ് ആക്സിസ്, പോസിറ്റീവ് വൈ ആക്സിസ്. ദെൻ എക്സ് ആക്സിസ് എഴുതിയത് നോക്കി 0,2π. ഓക്കെ. ഇവിടെ എല്ലാതും പോസിറ്റീവ് ആണ്, അതായത് ഇവിടെ തീറ്റ എന്ന് പറയുന്നത് എന്താണ്, <90°. അതിൽ ഏതൊക്കെയാ വരാം, തീറ്റ വരാം, π/2. ഇതാണല്ലോ π/2. അപ്പൊ ഇതിന്റെ ഉള്ളിൽ വരുന്നത് എന്തായിരിക്കും, π/2 മൈനസ് തീറ്റ വരും. ദെൻ ഇതെന്ന് പറയുന്നത് എന്താണ്, 0 അല്ലെങ്കിൽ 2π ആണ്. അപ്പൊ നമുക്ക് എന്ത് എഴുതാൻ പറ്റും, 2π പ്ലസ് തീറ്റ എന്ന് പറഞ്ഞ 3 ടൈപ്പ് ഓഫ് ആംഗിൾസ് ആണ് ഇവിടെ വരുന്നത്. അതാണ് ഇവിടെ പറഞ്ഞിട്ടുള്ളത്. ഒന്നെങ്കിൽ തീറ്റ അല്ലെങ്കിൽ π/2 മൈനസ് തീറ്റയും ഇതിൽ വരും, 2π പ്ലസ് തീറ്റയും ഇതിൽ വരും. ഓക്കെ. ഇവിടെ എല്ലാ ടേംസും എന്താണ്, എല്ലാ ട്രിഗ്നോമെട്രിക് ഫംഗ്ഷൻസും എന്താണ്, പോസിറ്റീവ് ആണ്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റിലേക്ക് നോക്കിയേ. സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയിട്ട് വരുന്നത് എന്താണ്, സൈൻ തീറ്റയും കൊസിക് തീറ്റയും മാത്രമേ ഉള്ളൂ. അതിലെങ്ങനെ വരിക, ഇത് π/2 ആണ്. അപ്പൊ ഇത് എന്ന് പറയുന്നത് ഇങ്ങോട്ടേക്കുള്ള ആംഗിൾസ് എന്ന് പറഞ്ഞാല് π/2നേക്കാൾ കൂടിയ ആംഗിൾസ് ആണ്. അപ്പോൾ ഇതിൽ വരുന്നത് π/2 പ്ലസ് തീറ്റ ഉണ്ടാവും. ദെൻ ഇത് π ആയതുകൊണ്ട് പൈന്റെയും π/2ന്റെയും ഇടയിലുള്ള π മൈനസ് തീറ്റയും ഇതിലുണ്ടാവും. ഓക്കെ. angles between π/2 and π. Then തേർഡ് ക്വാഡ്രന്റില് പോസിറ്റീവ് ആയിട്ടുള്ളത് ആരൊക്കെയാണ്, ഇവിടെ അറിയുന്നത് സൈനിന്റെ ടേമും കോസിന്റെ ടേമും എന്താണ്, നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് ക്യാൻസൽ ആയി പോകുമ്പോൾ ഏതിനെ വരുള്ളൂ, ടാനും കോട്ടും മാത്രമേ ഇവിടെ എന്തായിട്ടുള്ളൂ, പോസിറ്റീവ് ആയിട്ട് വരുള്ളൂ. ദെൻ ആംഗിൾസ് ഏതൊക്കെയാ വരിക, π പ്ലസ് തീറ്റ വരും. ദെൻ ഇവിടെ 3π/2 ആണ്. ദെൻ 3π/2 മൈനസ് തീറ്റയും വരും. ഓക്കെ. ദെൻ ഫോർത്ത് ക്വാഡ്രന്റില് നമുക്ക് എന്താ പറയാ, കോസിന്റെ ടേം മാത്രമേ എന്താവുള്ളൂ, പോസിറ്റീവ് ആയിട്ടുള്ളൂ. സോ കോസ് തീറ്റയും സിക് തീറ്റയും പോസിറ്റീവ് ആണ്, ബാക്കി ഫംഗ്ഷൻസ് ഒക്കെ എന്താണ്, നെഗറ്റീവ് ആണ്. ദെൻ ആംഗിൾസ് എങ്ങനെ വരിക, 3π/2 പ്ലസ് തീറ്റയും 2π മൈനസ് തീറ്റയും. ഓക്കെ. അറിയണ കാര്യങ്ങൾ തന്നെ പറയുന്നത് കൊണ്ട് ക്ലാസ് കുറച്ച് ബോറിംഗ് ആണെന്നറിയാം. ബട്ട് നമ്മൾ ജസ്റ്റ് ഒന്ന് നോക്കി പോയില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റൂല, പ്രോബ്ലംസ് വർക്ക്ഔട്ട് ചെയ്യുമ്പോൾ ബുദ്ധിമുട്ടാവും എന്നുള്ളത് കൊണ്ടാണ് ഇങ്ങനെ ഒരു സെക്ഷൻ എടുത്തത്. ഓക്കെ. ദെൻ ഫസ്റ്റ് ക്വാഡ്രന്റിന്റെ കാര്യങ്ങളാണ് പറയുന്നത്. നോക്കിയേ, ഫസ്റ്റ് ക്വാഡ്രന്റില് π/2 മൈനസ് തീറ്റ. ഫസ്റ്റ് ക്വാഡ്രന്റ് നമ്മൾ പറഞ്ഞു
തീറ്റ വരും, π/2 മൈനസ് തീറ്റ വരും, 2π പ്ലസ് തീറ്റ വരും. അപ്പൊ π/2 മൈനസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റയാണ്. കോസ് π/2 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റയാണ്. സൈൻ 2π പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ. ദെൻ കോസ് 2π പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റ. ഓക്കെ, ഇത് സൈനിന്റെ കാര്യമാണ് കേട്ടോ പറയുന്നത്. ദെൻ സെക്കൻഡ് ക്വാഡ്രന്റ് നോക്കാം. നമ്മൾ പറഞ്ഞു സെക്കൻഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെ വരിക, π/2 പ്ലസ് തീറ്റയും π മൈനസ് തീറ്റയാണ് വരുന്നത്. അപ്പൊ നോക്കിയേ, സൈൻ π/2 പ്ലസ് തീറ്റ, സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ കോസ് തീറ്റയാണ്. അവിടെ കോസ് എന്ന് പറയുന്നത് എന്താണ്, പോസിറ്റീവ് ആയിട്ട് വരും. സൈനിന് നമ്മൾ പറഞ്ഞു, സൈൻ എന്ന് പറയുന്നത് എപ്പോഴും എന്താണ്, സെക്കൻഡ് ക്വാഡ്രന്റിലെ പോസിറ്റീവും കോസ് ആണ് എന്ത് വരിക, കോസിന്റെ ആൻസർ ആണ് എന്ത് വരിക, നെഗറ്റീവ് ആയിട്ട് വരിക. അതാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. സൈൻ π/2 പ്ലസ് തീറ്റ എന്ന് പറയുന്നത് കോസ് തീറ്റ. ഇത് നമുക്ക് അറിയുന്നതാണ്. കോസ് π/2 പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ. സൈൻ π മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, സൈൻ തീറ്റ. ദെൻ കോസ് π മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, മൈനസ് കോസ് തീറ്റ. ഇവിടെ ഈ മൈനസ് വരുന്നത് എന്താണെന്ന് ചോദിച്ചാല്, കോസ് ഈ ക്വസ്റ്റ്യനിലുള്ള സംഭവം ആ ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണോ പോസിറ്റീവ് ആണോ എന്ന് വെച്ചിട്ടുള്ളതാണ്. ഓക്കെ, ഇവിടെ നോക്കിയ സൈൻ എന്ന് പറയുമ്പോൾ സൈന് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആയതുകൊണ്ടാണ് ഇവിടെ കോസ് എന്ന് പറയുന്നത് പോസിറ്റീവ് ആയത്. ഇവിടെ കോസ് എന്ന് പറയുന്നത് സെക്കൻഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. സോ ഇവിടെ ആൻസറിൽ എന്ത് വരും, നെഗറ്റീവ് വരും. ഇവിടെ സൈൻ പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് സെക്കൻഡ് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. സോ സൈൻ തീറ്റ. കോസ് പൈ മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, കോസ് തീറ്റയാണ്. പക്ഷെ കോസ് തീറ്റ സെക്കൻഡ് ക്വാർട്ടറിൽ എന്താണ്, നെഗറ്റീവ് ആണ്. സോ നെഗറ്റീവ് സൈൻ. ദെൻ തേർഡ് ക്വാഡ്രന്റ് നോക്കാം. നമുക്ക് തേർഡ് ക്വാഡ്രന്റിൽ ഏതൊക്കെ ആംഗിൾസ് വരിക, പൈ പ്ലസ് തീറ്റയും 3π/2 മൈനസ് തീറ്റയാണ് വരുന്നത്. സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ തീറ്റ. അപ്പൊ അവിടെ മൈനസ് വരാൻ കാരണം എന്താ, തേർഡ് ക്വാഡ്രന്റിൽ സൈൻ എന്താണ്, മൈനസ് ആണ്. ദെൻ കോസ് പൈ പ്ലസ് തീറ്റ, കോസ് പൈ പ്ലസ് തീറ്റ പറയുമ്പോൾ കോസ് തീറ്റ. ദെൻ നെഗറ്റീവ് സൈൻ, കോസ് എന്താണ്, തേർഡ് ക്വാഡ്രന്റിൽ നെഗറ്റീവ് ആണ്. ദെൻ സൈൻ 3π/2 മൈനസ് തീറ്റ എന്ന് പറയുമ്പോൾ എന്താണ്, π/2 അല്ലേ വരുന്നത്. അപ്പോൾ ഫംഗ്ഷൻ എന്താ, മാറും. പൈയില് വരുമ്പോ എന്താ, സെയിം ഫംഗ്ഷനാ വരിക. π/2 വരുമ്പോഴാണ് ഫംഗ്ഷൻ എന്താവുന്നത്, ഡിഫറെന്റ് ആവുന്നത്. അപ്പോൾ സൈൻ 3/2 മൈനസ് തീറ്റ പറയുമ്പോൾ കോസ് തീറ്റ ആവും. സൈൻ എന്ന് പറയുന്നത് സൈനിന്റെ തീറ്റ, സൈനിന്റെ സൈന്. ഓക്കെ, അതാണ് നെഗറ്റീവ് എന്ന് പറയുന്നത്. ദെൻ കോസ് 3π/2 മൈനസ് തീറ്റ പറയുമ്പോൾ ഫംഗ്ഷൻ എന്ന് പറയുന്നത് സൈനിലേക്ക് മാറും. സൈൻ എന്ന് പറയുമ്പോൾ കോസിന്റെ സൈൻ എന്താണോ അത്. ഓക്കെ, അപ്പൊ ഈ സെക്കൻഡ് ക്വാഡ്രന്റിൽ പറഞ്ഞതൊക്കെ നോക്കിയേ, π/2 പ്ലസ് തീറ്റ, അത് π/2ന്റെ ടേം ആയതുകൊണ്ടാണ് ഫംഗ്ഷൻ മാറിയത്. ഓക്കെ, ഇവിടെ അങ്ങനെ തന്നെ കോസ് π/2 പ്ലസ് തീറ്റ പറയുമ്പോൾ ഫംഗ്ഷൻ മാറി. സൈൻ എന്ന് പറയുന്നത് കോസിന്റെ സൈൻ ഏതോ ആ സൈനാണ്, അതാണ് നെഗറ്റീവ് സൈൻ തീറ്റ എന്ന് പറയുന്നത്. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. പൈന്റെ ടേംസിലാണെന്ന് വരുമ്പോ എന്താവും, സൈനേ മാറുള്ളൂ, ഫംഗ്ഷന് മാറൂല. ഓക്കെ, അതാണ് ഇവിടെ സൈൻ പൈ പ്ലസ് തീറ്റ എന്ന് പറയുമ്പോൾ സൈൻ പൈ പ്ലസ് തീറ്റയും കോസ് പൈ പ്ലസ് തീറ്റ ആവുമ്പോൾ ഫംഗ്ഷൻ മാറിയിട്ടില്ല, സൈന് മാത്രമേ മാറിയിട്ടുള്ളൂ. ഓക്കെ, ദെൻ ഫോർത്ത് ക്വാഡ്രന്റിലേക്ക് നോക്കാം. ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താ, ഏതൊക്കെ ആംഗിൾസ് ഉള്ളത്, 3π/2 പ്ലസ് തീറ്റയും 2π മൈനസ് തീറ്റയും ഉണ്ടാവുക. അപ്പൊ ഞാൻ പറഞ്ഞു π/2ന്റെ ടേം ആയതുകൊണ്ട് എന്തായി, സൈൻ എന്ന് പറയുന്നത് കോസായി മാറി. പക്ഷെ ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ്, ഫോർത്ത് ക്വാഡ്രന്റില് സൈൻ എന്ന് പറയുമ്പോൾ നെഗറ്റീവ് ആണ്. സോ കോസിന് എന്ത് വരുന്നു, നെഗറ്റീവ് സൈൻ വന്നു. ഓക്കെ, ദെൻ കോസ് 3π/2 പ്ലസ് തീറ്റ. അപ്പൊ എന്താവും, 3π/2 π/2ന്റെ ടേം ആയതുകൊണ്ട് ഫംഗ്ഷൻ മാറി സൈൻ തീറ്റ ആയി. പക്ഷെ ഫോർത്ത് ക്വാഡ്രന്റിൽ എന്താണ്, കോസ് പോസിറ്റീവ് ആണ്. സോ സൈൻ തീറ്റ എന്ന് പറയുന്നത് പോസിറ്റീവ് ആയി വന്നു. ദെൻ സൈൻ 2π മൈനസ് തീറ്റ, സൈൻ 2πന്റെ പൈന്റെ ടേം ആയതുകൊണ്ട് എന്താണ്, പൈന്റെ ടേം ആയതുകൊണ്ട് ഫംഗ്ഷൻ സെയിം ഫംഗ്ഷൻ ആണ്. ബട്ട് ഫോർത്ത് ക്വാഡ്രന്റില് സൈൻ എന്താണ്, നെഗറ്റീവ് സൈൻ ആയതുകൊണ്ട് ഇവിടെ ആൻസറിലും സൈൻ നെഗറ്റീവ് ആയി.
ഓക്കെ, കോസ് 2π മൈനസ് തീറ്റ ഫംഗ്ഷൻ മാറിയിട്ടില്ല. കോസ് എന്താണ്, ഫോർത്ത് ക്വാഡ്രന്റിൽ പോസിറ്റീവ് ആണ്. സോ ഇവിടെ പോസിറ്റീവ് കോസ് തീറ്റ. ഓക്കെ, മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ദെൻ നെക്സ്റ്റ് പോർഷനിലേക്ക് പോവാം. ദെൻ കോ ഫംഗ്ഷൻ ട്രിഗോണോമെട്രിക് ഫോർമുലാസ് ആണ് പറയാനുള്ളത്. കോ ഫംഗ്ഷൻ ട്രിഗോണോമെട്രിക് ഫോർമുലാസ് പറഞ്ഞാൽ അതിൽ പറയുന്നത് സൈൻ 90 മൈനസ് എക്സ് കോസ് എക്സ്, അതായത് 90 മൈനസ് ആവുമ്പോൾ ഫംഗ്ഷൻ മാറും. കോസ് 90 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ എന്താണ്, സൈൻ എക്സ്. ദെൻ ടാൻ 90 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കോട്ട് എക്സ്. ദെൻ കോട്ട് 90 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ ടാൻ എക്സ്. സീക്ക് 90 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ കൊസീക്ക്. ദെൻ കൊസീക്ക് 90 മൈനസ് എക്സ് എന്ന് പറയുമ്പോൾ സീക്ക് എക്സ്. അതായത് കോ ഫംഗ്ഷൻസ്, സൈനിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ കോസ് ആണ്, കോസിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സൈൻ ആണ്, ടാനിന്റെ കോ ഫംഗ്ഷൻ കോട്ടാണ്. ദെൻ കൊസീക്കിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയുമ്പോൾ സീക്ക് ആണ്. ദെൻ സീക്കിന്റെ കോ ഫംഗ്ഷൻ എന്ന് പറയുന്നത് എന്താണ്, കൊസീക്ക് ആണ്. ഓക്കെ, ദെൻ മനസ്സിലായല്ലോ, സിമ്പിൾ കാര്യങ്ങളാണ്. ഒക്കെ നമ്മൾ പ്രോബ്ലത്തിൽ എങ്ങനെയാണ് പുട്ട് ചെയ്യുന്നതിനനുസരിച്ചാണ് നമുക്ക് ആൻസർ കിട്ടുന്നത്. ഒക്കെ സിമ്പിൾ ആണ്, ബട്ട് നെഗ്ലക്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങളാണ്. ദെൻ സം ആൻഡ് ഡിഫറെന്റ് ഐഡന്റിറ്റീസ്. നേരത്തെ നമ്മൾ എന്ത് പൈതഗോറിയൻ ഐഡന്റിറ്റീസ് കണ്ടു. ദെൻ സം ആൻഡ് ഡിഫറൻസ് ഐഡന്റിറ്റീസ് നോക്കാം. സം ആൻഡ് ഡിഫറൻസ് ഐഡന്റിറ്റീസിൽ എന്താ പറയണത്, സൈൻ എക്സ് പ്ലസ് വൈ, കോസ് എക്സ് പ്ലസ് വൈ, സൈൻ എക്സ് മൈനസ് ഫൈവ്, സൈൻ എക്സ് മൈനസ് വൈ, കോസ് എക്സ് മൈനസ് വൈ, ദെൻ ടാൻ എക്സ് പ്ലസ് വൈ, ടാൻ എക്സ് മൈനസ് വൈ. അപ്പോൾ സൈൻ എക്സ് പ്ലസ് വൈ എന്താണ്, സൈൻ എക്സ് കോസ്, സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ പ്ലസ് കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. നോക്കിയേ, സൈൻ എക്സ് പ്ലസ് വൈ ഇവിടെയും സൈൻ പ്ലസ് ആണ്. ദെൻ കോസ് എക്സ് പ്ലസ് വൈൻ്റെ നോക്കിക്കോ, പറയാം നമുക്ക് എന്താ, സൈൻ എക്സ് പ്ലസ് വൈ. അപ്പൊ ഇവിടെ എന്താണ്, പ്ലസ് ആണ്, ഈക്വൽ ടു സൈൻ എക്സ് ഇൻറ്റു കോസ് വൈ. ഇവിടെ എന്താ, ദെൻ കോസ് എക്സ് ഇൻറ്റു സൈൻ വൈ. ഓക്കെ, ഇനി സൈൻ എക്സ് മൈനസ് വൈ ആവുമ്പോ എന്തായിരിക്കും, സൈൻ എക്സ് കോസ് വൈ, ഇവിടെ മൈനസ് ആയതുകൊണ്ട് ഇവിടെ മൈനസ് കോസ് എക്സ് സൈൻ വൈ. ഓക്കെ, ഇനി കോസ് എക്സ് പ്ലസ് വൈൻ്റെ പറയാം. കോസ് എക്സ് പ്ലസ് വൈൻ്റെ എങ്ങനെയാ വരിക, കോസ് എക്സ് കോസ് വൈ, ഇവിടെ എന്താണോ അതിന്റെ ഓപ്പോസിറ്റ് ആണ് ഇവിടെ വരുന്നത്. ഓക്കെ, മൈനസ് സൈൻ എക്സ് സൈൻ വൈ. അപ്പൊ എങ്ങനെയാ, കോസ് എക്സ് മൈനസ് വൈ എന്തായിരിക്കും, കോസ് എക്സ് കോസ് വൈ പ്ലസ് സൈൻ എക്സ് സൈൻ വൈ. മനസ്സിലായില്ലേ, റിലേറ്റ് ചെയ്ത് പഠിക്കുക. അപ്പൊ നമുക്ക് കൺഫ്യൂഷൻ പോയി മാറ്റാൻ പറ്റും. ദെൻ ഈ ടാനിന്റെ കാര്യം നമുക്ക് പറയാനുള്ളത് ഞാൻ പറയാം. ദെൻ ടാൻ എക്സ് പ്ലസ് വൈ ഈക്വൽ ടു ടാൻ എക്സ് പ്ലസ് ടാൻ വൈ ഡിവൈഡഡ് ബൈ 1 മൈനസ് ടാൻ എക്സ് ടാൻ വൈ. ഇവിടെ നോക്കിയേ, ഇവിടെ പ്ലസ് ആണ്. സോ ന്യൂമറേറ്ററിൽ എന്താ വരുന്നത്, പ്ലസ് തന്നെയാണ് വരുന്നത്. ടാൻ എക്സ് പ്ലസ് ടാൻ വൈ എന്ന് വരുന്നത്. പക്ഷെ ഡിനോമിനേറ്ററിൽ 1 മൈനസ് എന്ന് വരും. ഇവിടെ പ്ലസ് ആണെങ്കിൽ ഡിനോമിനേറ്ററിൽ മൈനസും ന്യൂമറേറ്ററിൽ പ്ലസും ആണ് വരുന്നത്. അപ്പം എന്ത് ചെയ്താ, ടാൻ
x minus y tan x minus tan y sin 1 plus tan y. കുറേ ഫോർമുലാസ് പഠിക്കാണ്ടാകുമ്പോൾ നമുക്ക് റിലേറ്റ് ചെയ്ത് പഠിച്ചെങ്കിലേ നമുക്ക് എന്താവുള്ളൂ, കൺഫ്യൂഷൻ ഇല്ലാതെ ഓർത്ത് വെക്കാൻ പറ്റുള്ളൂ. ഇനി നെക്സ്റ്റ് നമുക്ക് നോക്കാനുള്ളത് ഹാഫ് ആംഗിൾ ഐഡന്റിറ്റീസ് ആണ്. ഹാഫ് ആംഗിൾ ഐഡന്റിറ്റീസിൽ നമുക്ക് എന്താണ്, x/2 ടേംസ് ആണ് വരുന്നത്. ഓക്കെ, sin x/2 നമുക്ക് എന്ത് എഴുതാൻ പറ്റും, പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് cos x ഡിവൈഡഡ് ബൈ 2 ഈക്വൽ ടു പ്ലസ് ഓർ മൈനസ് റൂട്ട് ഓഫ് 1 മൈനസ് cos x divided by 2. Okay, then cos x/2 plus or minus root of 1 plus cos x by 2. Then tan x/2 എന്ന് പറയുമ്പോൾ plus or minus root of 1 minus cos x by 1 plus cos x. അല്ലെങ്കിൽ നമുക്ക് എന്ത് എഴുതാന്ന് പറഞ്ഞാൽ 1 minus cos x minus sin x എഴുതാം. ഓക്കെ, അപ്പോൾ ഇന്നത്തെ ക്ലാസ് നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാണ്. ഓക്കെ, പ്രോബ്ലം തുടങ്ങാം.